നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഓൾ എന്ന ബട്ടൺ അമർത്താനും മറക്കല്ലേ. നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു ആട്ടിൻ്റെ കൈയും കാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് കഴുകുന്നതെന്ന് നോക്കാം. ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതിന് ശരിക്കും വേണ്ടത് കടലമാവാണ്. എൻ്റെ അടുത്ത് കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിക്കണം. ഞാനിവിടെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ മിനിമം 10 മിനിറ്റെങ്കിലും വെക്കണം. ഞാനൊരു അരമണിക്കൂറോളമൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അരമണിക്കൂറോളം വെച്ചെടുത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച എന്താണ് അതിലേക്ക് നമ്മൾ അതിനെ ഓരോന്നെടുത്തിട്ട് ഇതുപോലെ പൈപ്പിന് ചോട്ട് കാണിച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഉരച്ച് കഴുകണം. അങ്ങനെ നമ്മൾ ഓരോന്നും എടുത്തെടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കുക. നന്നായിട്ട് അരച്ച് കഴുകണം. അതിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ അതിൽ ഒരു അതിൻ്റെ എന്തെങ്കിലും കച്ചറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല വൃത്തിയാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊടിയൊക്കെ ആദ്യം ഇട്ട് വെച്ചത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പോകുന്ന വരെ നന്നായിട്ട് ഉരച്ച് കഴുകണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്നും ഇങ്ങനെ ഉരച്ച് കഴുകിയെടുക്കുക. അതിന് ഞാനൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ചോപ്പർ എടുക്കാം. അല്ലെങ്കിൽ ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചോപ്പറിൽ തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ചതച്ചെടുത്താലോ അതിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സവാള ഇട്ട് എടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് ചോപ്പ് ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ നമ്മൾ സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗവിലേക്ക് നമുക്കൊരു കുക്കർ വെച്ചെടുക്കാം. നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അടുപ്പിൽ വെച്ചിട്ടും ഉണ്ടാക്കാം. നമുക്ക് സ്റ്റൗമ്മലാവുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ഇതന്നെ ഒരുപാട് ടൈം എടുക്കാറുണ്ട്. ഇപ്പോൾ അടുപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കണലിലൊക്കെ വെച്ചെടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. ആദ്യം കുറച്ച് ടൈം കുക്കറിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റം ചെയ്യാം. ഞാൻ കുക്കർ നല്ല ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു 3-4 സ്പൂണ് വെളിച്ചെണ്ണ ഓയിൽ, ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത്. ഓയിലും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, രണ്ടും കുഴപ്പമില്ല. അപ്പം നിങ്ങളുടെ അടുത്ത് ഏത് ഓയിലാണോ ഉള്ളത് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള വെളുത്തുള്ളിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുവരെ മലയാളികൾ ആരും ഉണ്ടാക്കാത്ത ഒരു ആട്ടിൻ സൂപ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ പറയുന്ന ഓരോ ഭാഗങ്ങളും സ്കിപ്പ് ചെയ്യാതെ തന്നെ പോകണം. ഇതിൽ വഴറ്റുന്നതിലാണ് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും സ്കിപ്പ് ചെയ്ത് പോകരുത്. നമുക്ക് നന്നായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഉള്ളി ഒക്കെ ഇടുന്നതിന് മുമ്പേ ഒരു കാര്യം ഞാൻ ഇടാൻ മറന്നതാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഒക്കെ കുറേശ്ശെ ഒരു 2-3 ഗ്രാമ്പൂ, ഒരു ഏലക്കായ, ഒരു കഷ്ണം പട്ടയൊക്കെ എടുത്തിട്ട് നമ്മൾ ആദ്യം അതിട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ വെളുത്തുള്ളിയും സവാള ഇടുന്നതാണ് നല്ലത്. ഞാൻ മറന്നു പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഇടയിലാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വഴന്ന് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാൻ ആട്ടിൻ്റെ കൈയും കാലൊക്കെ അതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതും അതുപോലെ തന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മിനിമം ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ട് അതിൽ യോജിപ്പിച്ചെടുക്കണം. നമുക്കതിൽ കൂടുതൽ വഴറ്റാൻ നമുക്ക് ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നേരം വഴറ്റിയെടുക്കുക. നല്ല ക്ഷമ വേണം ഈ കറി ഉണ്ടാക്കാൻ. ഇത് നമുക്കൊരു കറിയായിട്ടും ഉപയോഗിക്കാം, അതുപോലെ തന്നെ സൂപ്പായിട്ടും ഉപയോഗിക്കാം. സൂപ്പാക്കിയിട്ട് കുടിക്കണം എന്നുള്ളവർക്ക് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചെടുത്താൽ മതി. ഞാനിവിടെ ഒരു കറീൻ്റെ ഒരു ഗ്രേവി പോലെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെ അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കറി തന്നെയാണ്. ഞാനത് ആ ഒരു രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ കറിയിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നമുക്കതൊരു സൂപ്പിൻ്റെ പോലെയും കൂടെ ആക്കി നമുക്ക് കുടിക്കാവുന്നതാണ്. കുത്തലോ ഒന്നും ഉണ്ടാവില്ല. സാധാ സൂപ്പ് കുടിക്കുന്ന പോലെ തന്നെ നമുക്ക് കുടിച്ചെടുക്കാം. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. വളരെ ടേസ്റ്റിയാണ്. ഇപ്പം ഞാൻ മറന്നു പോയെന്ന് പറഞ്ഞ് ഗ്രാമ്പു, പട്ട, ഏലക്കായ ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് തവി വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക.
ഇത് വഴറ്റുന്നതിലാണ് ഇതിൻ്റെ പ്രത്യേകത കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരികയാണ്. ഇങ്ങനെയൊക്കെ ഏകദേശം ഇതുപോലൊക്കെ ആയി വരും. ഇതിൻ്റെ ഒരു രൂപം കുറച്ചിങ്ങനെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ അതിങ്ങനെ ഒരു അയിമന്നൊരു ഇങ്ങനെ ഇറച്ചിയൊക്കെ ഇങ്ങനെ വിട്ടു പോരുന്ന രൂപത്തിലായി മാറും അത് വഴറ്റിയിട്ട്. അപ്പോഴാണ് നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാനൊരു സ്പൂൺ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് അതുപോലെ നന്നായിട്ട് അതിൽ പിടിക്കുന്ന രൂപത്തിൽ എല്ലാ ഇറച്ചിയിലേക്കും അത് പിടിക്കുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, ഇതിൽ വെള്ളം ഒഴിക്കാനോ ഒന്നും പാടില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മസാലപ്പൊടി ഇടുന്ന സമയത്ത് 1-2 സ്പൂൺ അത് തിളച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പച്ചവെള്ളം തീരെ ഉപയോഗിക്കാൻ പാടില്ല. അത് കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ മസാലക്കൊക്കെ ഒരു കുത്തൽ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മസാലയൊക്കെ ഇട്ട് ഇതിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്യുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കണം. ഞാനിതിലേക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. കാശ്മീരി മുളക് പൊടി ചേർക്കണം നിർബന്ധമൊന്നുമില്ല, ഞാനൊരു കളർ കിട്ടാൻ വേണ്ടി ചേർത്തതാണ്. ഞാനൊരു 1/2 സ്പൂൺ, ഒരു 1/4 സ്പൂണോളം സാധാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി കാശ്മീരി മുളക് പൊടി ആരും കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സ്പൂണ് മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ അടിയിൽ പിടിക്കാതെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഈ സമയത്ത് പൊടികൾ ഇടുമ്പോൾ തീ ഒരിക്കലും കൂട്ടി വെക്കാൻ പാടില്ല. നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇറക്കി കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇതിൽ എണ്ണൻ്റെ ഒക്കെ ഇതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ അംശം കുറവായിട്ട് തോന്നുന്നില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറവ് തോന്നുകയാണെങ്കിൽ 1 സ്പൂണോ 2 സ്പൂണോ വെള്ളം നമുക്ക് ഉറ്റിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഈ സമയത്തൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. നമ്മൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുകയാണ്. ഈ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടും ഇതേ പ്രോസസ്സ് വീണ്ടും നമ്മൾ ചെയ്യണം. അപ്പോഴും വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നോക്കണം. ഇത് അടി പിടിക്കാതെ നോക്കണം. അടി പിടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് പറ്റ മാറിപ്പോവും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ടേസ്റ്റ് മാറാത്ത രൂപത്തിൽ വേണം ഇളക്കിയെടുക്കാൻ. നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിക്കാം. മഞ്ഞൾപ്പൊടിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂണ്, ഒരു വലിയ സ്പൂണിന് ഒരു ടേബിൾ സ്പൂണിന് തന്നെ 1 സ്പൂണോളം മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മല്ലിപ്പൊടി ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇതിൽ വെള്ളത്തിൻ്റെ ചെറിയൊരു കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ചെറിയൊരു കുഞ്ഞ് കയ്യിലിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 സ്പൂണോളം വെള്ളം ഉണ്ടാവുള്ളത്. നല്ല തിളച്ച വെള്ളം ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളം വീണ്ടും വീണ്ടും പറയണം, ഒരുപാട് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കരുത്. അതിന് ടേസ്റ്റ് പാടെ മാറിപ്പോവും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അതിങ്ങനെ ഒഴിച്ച് കൊടുക്കരുത്. ആവശ്യത്തിന് മാത്രം 1-2 സ്പൂണ്. ഇനി നമുക്ക് ഒരു കപ്പിനടുത്ത് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പുളി ഇല്ലാത്ത തൈര് ആയതുകൊണ്ട് ഒരു കപ്പിനടുത്ത് ഞാൻ തൈര് ഇട്ടിട്ടുണ്ട്. പറഞ്ഞാൽ നല്ല ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ നല്ല ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്ന വരെ നല്ല 2 സ്കൂപ്പ് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം അതൊരു കപ്പിനടുത്ത് തൈരുണ്ടാവും. നിങ്ങളടുത്ത് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് അടുത്ത് ഒഴിച്ചെടുത്താൽ മതി. അതും അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. നല്ല തിളച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പം അത് അത്യാവശ്യം വെള്ളമുണ്ട്. ഇത് ഇങ്ങനെ വെള്ളം പോലെ കണ്ടിട്ട് വെള്ളം പോലത്തെ ഒരു കറി ആയിരിക്കും എന്ന് തോന്നണ്ട. ഇത് വെന്ത് വരുമ്പോൾ അത്യാവശ്യം ഇത് നല്ല കുറുകി വരും. ഞാനത് കുക്കർ അടച്ചു വെച്ചു. ഇനി നമ്മൾ കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഞാനൊരു 2 മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ വിസിലിട്ടിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 1-2 പ്രാവശ്യം ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ വെന്തിട്ടില്ലായിരുന്നു. വേവാത്തതുകൊണ്ട് വീണ്ടും കുക്കറിൽ വിസിലിട്ടിട്ട് പിന്നെയും വെച്ചതാണ്. അങ്ങനെ 2 മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് 3/4 മണിക്കൂറോടെ തന്നെ അത് ശരിയായി കിട്ടാറുണ്ട്. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഇത് വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം
ഞാൻ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു കൈപ്പിടി മല്ലിയില അരിഞ്ഞതുണ്ട്, അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിട്ടിട്ട് നമ്മൾ സ്റ്റൗ കത്തിച്ച് വെച്ചിട്ട് നന്നായിട്ട് അത് രണ്ടും കൂടെ അതിലേക്ക് മിക്സ് ആവുന്ന വരെ അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഈ കറി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ, ഇത് ആർക്കെങ്കിലും ഈ റെസിപ്പി അറിയാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കറി ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവർ, മട്ടനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കറി ഇഷ്ടപ്പെടാതിരിക്കില്ല. നല്ല ടേസ്റ്റ് ആയിട്ട് ഇതിൽ നമ്മൾ തക്കാളി അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻ്റ് ഒന്നും ചേർക്കണില്ല. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. കുറച്ച് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇളക്കുന്നതിലുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് മെയിനായിട്ട് വരുന്നത്. അത് സ്കിപ്പ് ചെയ്യാതെ ഉണ്ടാക്കി നോക്കണം എല്ലാവരും. ഇത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. വളരെ ടേസ്റ്റിയാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറി തന്നെയാണ്. ഇത് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഇതൊക്കെ സത്തൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റിയായ ഒരു കറി തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ മലയാളത്തിൽ ആരും ചെയ്തിട്ടില്ല. ഞാൻ ഒരുപാട് റെസിപ്പി ഇതുപോലുള്ളത് തിരഞ്ഞു നോക്കി, പക്ഷെ ഇതുവരെ ആരും ചെയ്യാത്തൊരു റെസിപ്പി തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി വീണ്ടും നമ്മൾ ഇതുപോലെ അടുത്തൊരു വെറൈറ്റി വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം.